ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൊങ്കൽ സ്പെഷ്യൽ ഡിഷുമായിട്ടാണ്. അപ്പോൾ പൊങ്കലിന് സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കുന്ന രണ്ട് ഐറ്റമാണ്. ഒന്ന് ശർക്കര പൊങ്കൽ എന്ന് പറയും, രണ്ടാമത്തെ വെൺപൊങ്കൽ. അപ്പോൾ ഇത് വെൺപൊങ്കലാണ്. ഇതും എരിയില്ലാത്ത സാധാരണ പൊങ്കലാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ വടയുണ്ട്, ചമ്മന്തിയുണ്ട്, സ്പെഷ്യൽ സാമ്പാറാണ്. ഇതിനധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സാമ്പാറാണ്, പൊങ്കലിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സാമ്പാർ. പുളിയൊക്കെ കുറഞ്ഞൊരു സാമ്പാറാണ്. അപ്പം വടയുടെയും റെസിപ്പി ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, അതിനെ ഒരു ദിവസം കാണിക്കാം. എല്ലാം കൂടി ആയാൽ കുറച്ച് ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പം നമുക്ക് ഫസ്റ്റ് പൊങ്കൽ ഞാനൊന്ന് കഴിക്കട്ടെ. സംഭവം നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറും അതിൻ്റെ കൂടെ ചേർത്ത് ഇങ്ങനെ ഒഴിച്ച് കുഴച്ചാണ് കഴിക്കേണ്ടത്. സ്പൂൺ വെച്ചൊന്നുമല്ല, ആക്ച്വലി ഇത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത്തവണത്തെ പൊങ്കലിന് എല്ലാവരും വെൺപൊങ്കലൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഇനി അധികം ഞാൻ സംസാരിച്ച് നീട്ടുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൺപൊങ്കൽ ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് നമ്മുടെ പച്ചരിയും അതുപോലെ തന്നെയാണ് നമ്മുടെ പയറ് പരിപ്പാണ്. നമ്മൾ പരിപ്പ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന വറുക്കാത്തതാണെങ്കിലും വറുത്തതാണെങ്കിലും കുഴപ്പമില്ല, പയറ് പരിപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ എടുക്കുന്ന അളവെന്ന് വെച്ചാൽ പലരും പല രീതിയിലാണ് ചെയ്തത്. അപ്പം ഞാൻ ചെയ്യുന്നതും നോർമലായിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം 1 കപ്പ് ആണ് മൊത്തത്തിൽ എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ്, ഈ കപ്പിന് 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പച്ചരിയും, അതുപോലെ തന്നെ 1/4 കപ്പ് പയറുപരിപ്പും. അങ്ങനെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം അത് മൊത്തം 1 കപ്പ് എടുക്കണം. അപ്പം അതിൻ്റെ അളവിന് അത് എടുത്ത് ഞാൻ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ, ഇതിനിപ്പോൾ നമ്മൾ 1 കപ്പല്ലേ എടുത്തത്, അപ്പോൾ ഒരു 3 കപ്പ് വെള്ളമാണ് ഇതിന് ഒഴിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അരി കഴുകി വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം 3 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് കറക്റ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കണം. അപ്പം വിസിലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ അതൊക്കെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കും, വാഷർ പോലെ ഇരിക്കും. ചിലർക്ക് 2 വിസിൽ തന്നെ എന്ത് കിട്ടും. ഇപ്പോൾ എൻ്റെ കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിൽ കേൾക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചേക്കും. അപ്പോൾ കറക്റ്റായിട്ടിത് വെന്ത് വരും. നമ്മുടെ പൊങ്കൽ ഇതേ 3 വിസിലൊക്കെ കേട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. കണ്ടോ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഇത് അടച്ച് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ഫ്ലേവർ കിട്ടാനാണ്. അതുപോലെ ഈ നെയ്യുടെയും അതുപോലെ കറിവേപ്പിലയുടെയും ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ നെയ്യും അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുള്ളത്. നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പം ഞാൻ അതിന് നെയ്യാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ വേണമെങ്കിലും എണ്ണയും നെയ്യും കൂടെ പകുതി എടുത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ. ഞാനിപ്പോൾ ഇവിടെ താളിക്കുന്നത് നെയ്യിലാണ്. നെയ്യ് നല്ല പോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നട്ട്സാണ് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 പിടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് നമ്മുടെ പൊങ്കലിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. കടുക് താളിച്ചതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ താളിച്ചിരുന്ന സമയത്ത് ഇഞ്ചി ഞാൻ ചേർക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടി നല്ല പോലെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെക്കണം ഒരു 2-3 മിനിറ്റ് കൂടെ. ഇതിൻ്റെ ആ ഒരു നെയ്യുടെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പൊങ്കൽ നമുക്ക് തുറന്ന് നോക്കാം.
പൊങ്കലിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു സാമ്പാർ റെഡിയാക്കണം. അപ്പം അതൊരു സ്പെഷ്യലാണ്, അധികം പുളിയൊന്നും ചേർക്കാത്തൊരു സാമ്പാറാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ പരിപ്പും കൂടി ചേർത്തിട്ടാണ് പൊങ്കലിന് സാമ്പാർ റെഡിയാക്കുന്നത്, പൊങ്കലിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കുള്ള അളവിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ 1/4 കപ്പ് ചെറുപയർ പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സാമ്പാർ. അപ്പം അതിലേക്ക് നമുക്ക് സവാളയാണ്, ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം. ഇപ്പോൾ സവാള ഞാനൊരു 2 സവാള വലുതെടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എരിക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് മാത്രമാണ്, മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. അപ്പം ഞാൻ പച്ചമുളക് 3-4 എണ്ണം കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയാണ്, പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. ഞാനൊരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്താണ് ഇതിലേക്ക് ഇട്ടത്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കഷ്ണങ്ങളൊന്നും ചേർക്കത്തില്ല ഇങ്ങനെയുള്ള സാമ്പാറിൽ. അപ്പം ഞാൻ പക്ഷേ ശകല പപ്പായയുടെ പീസ് ഇടും. അപ്പോൾ പപ്പായയുടെ പീസ് ഇട്ടാൽ അധികം വേവില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഉടഞ്ഞ് ചേരുകയും ചെയ്യും, സാമ്പാറിന് നല്ലൊരു കൊഴുപ്പും കിട്ടും. അപ്പം ഞാൻ ഈ പപ്പായയുടെ പീസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായം. ഇനി നമ്മളിതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു 2-2.5 സ്പൂണോളം ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്കിനി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയുടെ അളവൊന്ന് കുറച്ചിട്ട് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ കേൾക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് വെന്ത് വരും. കാരണം 3 വിസിലെന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ പരിപ്പെല്ലാം കുറച്ച് നേരം കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തോരൻ പരിപ്പും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ് ഞാൻ കുതിർത്ത് വെച്ചിരുന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടിടണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് വരത്തില്ല. പല ഇതായി പോവും, വെന്ത് വരാനായിട്ട് പല പരുവായിപ്പോൾ. അപ്പോൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് എല്ലാം ഒരേ പരുവത്തിന് വെന്ത് കിട്ടും. ഇനി ഇത് ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. 3 വിസിൽ കേട്ടിട്ട് ഞാൻ സാമ്പാർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകുറാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ചെറിയ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ലൂസായിട്ടിരിക്കണം സാമ്പാർ പൊങ്കലിനൊക്കെ. അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളമൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തിളച്ച് വരട്ടെ. ഇപ്പം നമുക്ക് ഉപ്പ് നോക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി, ഒരു പിടി മല്ലിയിലയും കൂടി ഇതിലിടുകയാണ്. ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കണം. സാമ്പാർ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. കടുക് താളിച്ച് നമുക്കിനി സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ സാമ്പാറും ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പൊങ്കലും സാമ്പാറും നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ പൊങ്കലും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വടയും ചമ്മന്തിയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, വീഡിയോ അടുത്ത ദിവസം ഇടാം. അപ്പം അപ്പോൾ ഇത്തവണത്തെ പൊങ്കൽ 15-ാം തീയതിയുടെ അടുത്താണ് വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പൊങ്കലിന് നമ്മുടെ ഈ വെൺപൊങ്കൽ ഒന്ന് വെച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ. ഹാപ്പി പൊങ്കൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.